2020 ലോകകപ്പിൽ തുടർച്ചയായ മൂന്നാം കിരീടം തേടി ഇന്ത്യ ഇന്ന് അഹമ്മദാബാദിന്റെ മണ്ണിലിറങ്ങുമ്പോൾ ആവേശത്തിരയിളക്കമാണെങ്കിലും സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത സഞ്ജു സാംസൺ എന്ന മലയാളി കരുത്തിലാണ് ഇന്ത്യയുടെ പ്രധാന പ്രതീക്ഷ. അത് നമുക്ക് അഭിമാനം കൂട്ടുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്നും അശ്വജിത് സി, തിരുവനന്തപുരത്ത് നിന്ന് TS ഹരികൃഷ്ണ, കോഴിക്കോട് നിന്ന് ഇംതിയാസ് കരീം എന്നിവരാണ്. ആദ്യം അശ്വജിത്തിലേക്കാണ്. ആദ്യം TS ഹരികൃഷ്ണയിലേക്കാണ്. ഹരി, വലിയ ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത്. ചേട്ടൻ തിളങ്ങട്ടെ, നമ്മൾ തന്നെ എഴുതി കണക്ക് പോലെ ചേട്ടൻ തിളങ്ങട്ടെ, ചേട്ടൻ്റെ ആ തിളക്കം കാണാൻ ഉൾപ്പെടെയാണ് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നത്. അതെ അതെ അക്ഷയ, ഇന്നിപ്പോ നമ്മുടെ 2020 വേൾഡ് കപ്പിന്റെ കലാശ പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ തലസ്ഥാന നഗരത്തിലെ ചേട്ടനാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമ്മളെപ്പോഴും ലോക കിരീടം നേടിയപ്പോഴൊക്കെ അവിടെയൊക്കെ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ മലയാളി സാന്നിധ്യം സഞ്ജു സാംസൺ എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിങ്ങിന്റെ നെടുന്തൂണാണ്. അല്ലേ മക്കളെ? അങ്ങനെയല്ലേ? അങ്ങനെയാണ് അല്ലേ? അതായത് ഇവർ മാഞ്ഞാലിക്കുളം ഗ്രൗണ്ടിൽ, ഞാൻ തമ്പാനൂർ മാഞ്ഞാലിക്കുളം ഗ്രൗണ്ടിൽ വന്നപ്പോൾ ഇവിടെ പ്രാക്ടീസ് നടക്കുന്നുണ്ടായിരുന്നു നെറ്റ്സിൽ. അപ്പോൾ ഇവിടുത്തെ കിഡ്സിലെ കുട്ടികളാണ്, അടുത്തുള്ള ക്ലബ്ബാണ്, വളരെ പ്രസിദ്ധമായ ക്ലബ്ബാണ്. അപ്പോൾ അവിടെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇവരെ കാണുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഫൈനലിന് പോവുകയാണ്. ഇന്ത്യ ജയിക്കും എന്നുള്ളത് നമ്മളെല്ലാം ആഗ്രഹമാണ്, അത് നടക്കുകയും ചെയ്യും. സഞ്ജു, ഉറപ്പായിട്ടും ഇന്ത്യക്ക് നല്ലൊരു സ്റ്റാർട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പം നിൽക്കുന്ന കറണ്ട് ഫോമിൽ ഉറപ്പായിട്ടും പവർ പ്ലേ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യക്ക് നല്ലൊരു സ്റ്റാർട്ട് കൊടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളെല്ലാം ഹോപ്പ് ചെയ്യുന്നത്. പുള്ളിക്കാരനത് പറ്റുകയും ചെയ്യും. സഞ്ജു, ആദ്യം നമ്മൾ ന്യൂസിലാൻഡ് നമ്മൾ ഇവിടെ വന്ന് ഗ്രീൻഫീൽഡിലൊക്കെ വന്ന് കളിച്ചപ്പോൾ നമ്മൾ കുറച്ച് വിഷമിച്ചു. പക്ഷേ വേൾഡ് കപ്പിൽ പോയി ആളപ്പാടെ മാറി. പുള്ളിയുടെ സ്റ്റാൻസ് മൊത്തം മാറ്റി, ബാറ്റിംഗ് സ്റ്റൈല് മാറ്റിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ റിസൾട്ട്സ് കിട്ടും. എന്ത് തോന്നുന്നു സഞ്ജു എത്ര അടി? സഞ്ജു ഈ ഫോം കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ് വിശ്വാസം. ഒരു 50 കൂടുതൽ അടിക്കും എന്നാണ് തോന്നുന്നത്. അത് 2 കളിയും 50 മുകളിലായിരുന്നു അല്ലേ? അല്ലേ? ഇപ്പൊ ഇനി ഒരു 100 അടി 100 അടിക്കും. ശരി, സഞ്ജുവിന് മാത്രമല്ല അഭിഷേക് ബാക്കിൽ പോയോ? അഭിഷേക് കുറച്ച് ഇപ്പോൾ ഫോം ഔട്ടാണ്. അപ്പം അത് റിക്കവർ ആവും. ഈ മാച്ച് തന്നെ അടിക്കും. ഫൈനലല്ലേ, പ്രഷറിൽ അടിക്കുമായിരിക്കും. ബോളിംഗ് സൈഡോ? ബോളിംഗ് സൈഡ് വരുൺ ചക്രവർത്തിയുടെ ഫോം ഒത്തിരി നിരാശപ്പെടുത്തുന്നുണ്ട്. എങ്കിലും തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരുണിനെ മാറ്റി വേറൊരു ആളിനെ പ്ലേസ് ചെയ്യേണ്ടി വരില്ലേ? ഇല്ല, അതിന്റെ ആവശ്യം വരുമെന്ന് തോന്നില്ല. നല്ല അവർ നമ്പർ 1 ബോളറാണ് T20. അപ്പോൾ ആ ഒരു ക്വാളിറ്റി അയാൾ മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് വിശ്വാസം. അപ്പോൾ ചെയ്യുമായിരിക്കും. ഇനി ഞാൻ കുറച്ച് നമ്മുടെ ഇവിടെയുള്ള കിഡ്സിലെ പെൺകുട്ടികളെ കാണിക്കാം. അതായത് ഇന്നിപ്പോൾ ഈ കിഡ്സിൻ്റെ ഈ വുമൻസ് ക്രിക്കറ്റ് ടീം ഇന്നിവിടെ ഇനാഗുറേഷൻ നടക്കുകയാണ്, ഇന്ന് വൈകിട്ട് 5 മണിക്ക്. അപ്പോൾ അതിനുവേണ്ടി കുട്ടികളെല്ലാം റെഡി ആക്കിയാണ്. അതായത് നാളെയുടെ ഭാവി താരങ്ങളാണ്, ഇന്ത്യക്ക് വേണ്ടിയൊക്കെ കളിക്കേണ്ട താരങ്ങളാണ് അല്ലേ മോളെ? അതെ. നിങ്ങൾക്കൊന്ന് ഇന്നത്തെ നമ്മുടെ മത്സരം, നിങ്ങളുടെ ചേട്ടൻ സഞ്ജു കളിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സഞ്ജുടൻ ഉറപ്പായിട്ടും അടിക്കും. ഇന്ത്യ നല്ല സ്റ്റാർട്ട് ഇന്ത്യക്ക് കിട്ടിയാൽ തന്നെ ഇന്ത്യ നല്ലൊരു വിജയത്തിലോട്ട് പോകുന്നതാണ് തോന്നുന്നത്. നല്ല ഡോമിനേറ്റ് ചെയ്ത് തന്നെ കളിക്കുന്നത് തോന്നുന്നു. നമ്മുടെ ഓപ്പണിംഗ് സഞ്ജു, അഭിഷേക്, അതായത് അഭിഷേക് കുറച്ച് ബാക്കിൽ പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഓഫ് കോഴ്സ്, ക്രിക്കറ്റാണ്, ബാഡ് ഡേയ്സും ഗുഡ് ഡേയ്സും കാണും. അപ്പോൾ അത് ബേസ് ചെയ്തൊരു പ്ലെയർ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഫൈനലാണ്, ക്ലച്ച് പ്ലെയർ ആണ്, പുള്ളി പെർഫോം ചെയ്യുന്നതാണ് തോന്നുന്നത്. നമുക്ക് ന്യൂസിലാൻഡിനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ഇല്ല, ഓഫ് കോഴ്സ് നല്ല ടീമാണ്, അടിപൊളി ടീമാണ്. അവരും ഇത്രയും ഫൈറ്റ് ചെയ്ത് ഫൈനലിൽ എത്തിയിട്ടൊരു ടീമാണ്. അവർക്കും ഇതുവരെ അവർ വേൾഡ് കപ്പ് ജയിച്ചിട്ടുമില്ല. അപ്പോൾ അവർക്കും ഇത് നല്ലൊരു മാച്ച് ആയിരിക്കുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾ നിൽക്കണ കണ്ട ലൈനപ്പായി നിൽക്കണ തോന്നും ഈ നമ്മൾ മത്സരത്തിന് മുമ്പ് അല്ലേ? അങ്ങനെ നിൽക്കേണ്ട. ഒന്ന് ഇങ്ങോട്ട് വന്ന് എല്ലാവരും കൂടെ ഇങ്ങോട്ട് അടുത്തോട്ട് നിന്ന് ഇനി പറയാം. നിങ്ങൾ ഇനി പറയാനുള്ള സഞ്ജുവിനെ കുറിച്ച് പറയാനുള്ള പറ. സഞ്ജുവിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കിടിലാണ്, ഇന്ന് പെർഫോം ചെയ്യും. ശരി, തിരുവനന്തപുരത്ത് വന്നപ്പോ സഞ്ജുവിന്റെ കളി കാണാൻ പോയിരുന്നു. അപ്പോഴത്തെ വിഷമം തോന്നാതിരിക്കത്തില്ലല്ലോ. പിന്നെ ഉറപ്പുണ്ടായിരുന്നു ഇനി പെർഫോം ചെയ്യും. ഓരോ ദിവസം എല്ലാവർക്കും ഉള്ളതല്ലല്ലോ, നമുക്ക് ബെറ്റർ ഡേയ്സ് വരും. അന്ന് പെർഫോം ചെയ്യുന്ന ഉറപ്പായിരുന്നു, അതുപോലെ പെർഫോം ചെയ്തല്ലോ. ശരി, ഇന്ന് നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഒരു എക്സ് ഫാക്ടർ ആരായിരിക്കും? ഈശ്വരാ, ആലോചിക്കേണ്ടി വന്നോ? അപ്പൊ ഞാൻ വിചാരിച്ചു സഞ്ജു ഇപ്പൊ തന്നെ പറയുന്നു. എന്തിനാ ആലോചിച്ചേ? ആരായിരിക്കും? സഞ്ജു ആയിരിക്കും. ശരി, വേറെ ആരും? ബുംറ അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ കളി ഇംഗ്ലണ്ടിനെതിരെ നമ്മൾ കണ്ടല്ലേ സെമിയില്? ബുംറ വളരെ ഒരു ക്രൂഷ്യൽ ഫാക്ടർ ആയിരിക്കും ഇന്ത്യക്ക് വേണ്ടി. പിന്നെ ഹാർദിക് പാണ്ഡ്യ ക്ലച്ച് പ്ലെയർ ആണ്, ഇങ്ങനത്തെ പ്രഷർ സിറ്റുവേഷനിൽ പെർഫോം ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇന്ന് എക്സ് ഫാക്ടേഴ്സ് ആയിരിക്കും. ബിക്കോസ് ഇറ്റ്സ് ഫൈനൽ, ബിഗ് സ്റ്റേജ് ആണ്, അവരെല്ലാവരും പെർഫോം ചെയ്യുന്നത്. 2024 ഫൈനൽ ഓർമ്മയുണ്ടോ? സൂര്യകുമാർ യാദവിന്റെ ക്യാച്ച്. അത് ഓഫ് കോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാച്ച് ആയിരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു കപ്പ് നേടാൻ പോവാണ്. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടോ, ഈ അഹമ്മദാബാദിൽ മത്സരം നടന്നപ്പോൾ 2 മത്സരങ്ങൾ, നിർണായക മത്സരങ്ങൾ നമ്മൾ തോറ്റു. ആ ഒരു ഇത് നമുക്ക് ഇപ്രാവശ്യം മറികടക്കണ്ടേ? ഓഫ് കോഴ്സ് മറികടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
നല്ലൊരു ടീമാണ്, അടിപൊളിയായിട്ട് കളിച്ച് പോകുന്നുമുണ്ട്. ഇന്ത്യക്ക് മറികടക്കാൻ പറ്റും. നമ്മുടെ ഇപ്പോഴത്തെ ടീമിന്റെ സ്ട്രെങ്ത് വെച്ച് മറികടക്കാൻ പറ്റും. അതെ. ശരി, ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഞാൻ പറഞ്ഞില്ലേ, നാളത്തെ ഭാവി താരങ്ങളാണ് എൻ്റെ കൂടെ ഇവിടെ മാഞ്ഞാലിക്കുളം ഗ്രൗണ്ടിലുള്ളത്. അവര് അവരുടേതായ കുഞ്ഞു കുഞ്ഞു അഭിപ്രായങ്ങൾ പറയുകയാണ്. പക്ഷേ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ആ മത്സരം 7 മണിക്ക് തുടങ്ങാൻ പോകുന്നു. ന്യൂസിലാൻഡ് നിസ്സാരമായ ഒരു ടീമല്ല, പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിന്റെ ഒരു സ്ട്രെങ്ത് വെച്ചിട്ട് ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി T20 ലോകകപ്പിൽ തുടർച്ചയായ 2ാമത്തെ കിരീടവും ഇന്ത്യയുടെ 3ാമത്തെ കിരീടവും മുത്തമിടാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി ഹാരി, തുടരുക. എന്തായാലും അവരുടെ കൂടുതൽ ആവേശവും അവരുടെ പ്രതികരണമൊക്കെ നമുക്ക്